ഈ രാത്രിയിൽ തേടിയെത്തുന്ന ഏറ്റവും ആവേശകരമായ വാർത്തയിലേക്ക് 2020 ലോകകപ്പിൽ ഭാരതത്തിന് വിജയത്തുടക്കം. ആദ്യ മത്സരത്തിൽ അമേരിക്കയെ 29 റൺസിന് തോൽപ്പിച്ചു. മുഹമ്മദ് സിറാജിന് 3 വിക്കറ്റ്, അക്സർ പട്ടേലും ഹർഷ്ദീപ് സിംഗും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 49 പന്തിൽ 84 റൺസ് എടുത്ത സൂര്യകുമാർ യാദവാണ് വിജയശില്പി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ന്യൂസ് എഡിറ്റർ VS കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, വളരെയധികം സന്തോഷം പകരുന്ന വാർത്ത. ഭാരതം വിജയത്തുടക്കത്തിൽ. അതെ, എങ്ങനെ നമുക്ക് ഈ പോരാട്ടത്തെ നോക്കിക്കാണാം? എങ്ങനെയാണ് അമേരിക്കയെ മുട്ടുകുത്തിച്ചത് നമ്മുടെ പിള്ളേർ? അശ്വതി, ആധികാരികമൊന്നുമല്ല വിജയം, പക്ഷേ സന്തോഷിക്കാവുന്ന ഒരു തുടക്കമാണ് എന്ന് മാത്രം പറഞ്ഞു വെക്കണം. കാരണം ഭാരതത്തെ പോലെ ഇത്രയും ശക്തരായ കരുത്തുറ്റ ഒരു ടീം, അമേരിക്കയെ പോലെ അധികം പരിചയസമ്പത്തില്ലാത്ത ഒരു ടീമിനോട് 29 റൺസിനൊന്നും, അതും നമ്മുടെ നാട്ടിൽ കളിക്കുന്ന പോരാട്ടത്തിൽ ജയിച്ചാൽ പോരാ. എങ്കിൽ പോലും മത്സരം നമ്മൾ വരുതിയിലാക്കി എന്നോർക്കണം. ഒരു ഘട്ടത്തിൽ 6 വിക്കറ്റിന് 77 റൺസ് എന്ന നിലയിൽ ആയിരുന്നു ഭാരതത്തിന്റെ ബാറ്റിംഗ് നിര എന്നോർക്കണം. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മികവാണ് ഭേദപ്പെട്ട ഒരു സ്കോർ. 9 വിക്കറ്റിന് 161 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോർ ഭാരതത്തിന് സമ്മാനിച്ചത്. 162 റൺസ് വിജയലക്ഷ്യത്തോടെയാണ് അവർ കളിക്കാനിറങ്ങിയത്. 49 പന്തിൽ 84 റൺസാണ് സൂര്യകുമാർ യാദവ് എടുത്തത്. തിലക് വർമ്മ 25-ഉം ഇഷാൻ കിഷൻ 20 റൺസ് എടുത്തു. നമ്മുടെ വലിയ പ്രതീക്ഷയായിരുന്ന അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്ക് ആവുകയായിരുന്നു. നേരിട്ട് ആദ്യ പന്തിന്റെ പുറത്താവുകയായിരുന്നു. അതുപോലെ തന്നെ ശിവം ദുബെയും ഗോൾഡൻ ഡക്കായി. റിങ്കു സിംഗിന് കാര്യമായി കളിക്കാനായില്ല. ഹാർദിക് പാണ്ഡ്യയ്ക്കായില്ല. അക്സർ പട്ടേൽ 16 റൺസ് എടുത്തു. അങ്ങനെ താരതമ്യേന ഭേദപ്പെട്ട ഒരു സ്കോറാണ് ഭാരതം പടുത്തുയർത്തിയത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ എന്നോർക്കണം. അത് നല്ല തുടക്കമൊന്നുമല്ല, പക്ഷേ താരതമ്യേന പരിചയസമ്പത്ത് കുറഞ്ഞ ഒരു ടീമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. അവർ തുടക്കത്തിൽ നന്നായി പതറി. മുഹമ്മദ് സിറാജ്, ഹർഷ്ദീപ് സിംഗും ഒക്കെ മികച്ച രീതിയിൽ പന്തറിഞ്ഞെങ്കിലും മധ്യനിരയിൽ മിലിന്ദ് കുമാറും സഞ്ജയ് കൃഷ്ണമൂർത്തിയും ശുഭം രഞ്ജനയും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അവർ പരമാവധി സ്കോർ അടിച്ചു. 8 വിക്കറ്റ് 132 റൺസ്. ഹർഷ്ദീപ് 2 വിക്കറ്റ്, അക്സർ പട്ടേൽ 2 വിക്കറ്റ്. മുഹമ്മദ് സിറാജ് ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചെത്തുന്നു, 3 വിക്കറ്റ് വീഴ്ത്തുന്നു. അങ്ങനെ സന്തോഷിക്കാവുന്ന ഒരു തുടക്കമാണ്. പക്ഷെ ഇങ്ങനെ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ലോകകപ്പാണ്, സമ്മർദ്ദങ്ങളുടെ കളിയാണ്. ഇങ്ങനെ പതുക്കെ തുടങ്ങിയാൽ മതി എന്ന ഒരു ധാരണ ഉണ്ടോ എന്നറിയില്ല. ഏതായാലും ബുംറ ഇന്ന് കളിച്ചില്ല എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം. അപ്പൊ ബുംറയെ പോലൊരു ഇതിഹാസ ബൗളറെ പുറത്തിരുത്തി ആണ് ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങിയത്. സാരമില്ല, നമുക്ക് വിജയത്തുടക്കം ഉണ്ടായിരിക്കുന്നു. അത് അടുത്ത മത്സരത്തിൽ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാണ്. ഇന്ന് നടന്ന മത്സരങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ഇന്ന് പാകിസ്ഥാൻ വളരെ ഭാഗ്യത്തിനാണ് ഇന്ന് ആദ്യ കളിയിൽ രക്ഷപ്പെട്ടത്. രണ്ടാമത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസും തോൽക്കും എന്ന അവസ്ഥയിൽ നിന്നാണ് ജയിച്ചു കയറിയത്. അപ്പോൾ ഇന്ന് നടന്ന 3 മത്സരങ്ങളിലും നവാഗതർ എന്ന് പറയാനാവില്ല, എങ്കിലും താരതമ്യേന ദുർബലരായ ടീമുകൾ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ലോകകപ്പിൽ കാണാനായത്. അശ്വതി. ശരി കൃഷ്ണരാജ്, വിവരങ്ങൾ വ്യക്തമാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ചില പ്രമുഖ താരങ്ങളുടെ പെർഫോമൻസ്, അത് ആ ഫോം ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ് 2020 ലോകകപ്പിൽ. എന്തായാലും ഭാരതത്തിന് വിജയ തുടക്കമാണ്. ഒരു ഭേദപ്പെട്ട മത്സരം എന്ന് തന്നെ വിശേഷിപ്പിക്കാമെന്നതിനെ 29 റൺസിനാണ് തോൽപ്പിച്ചത്. കൃഷ്ണരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.